ശ്രീമന്നാരായണീയം ദശകം 30 വാമനാവതാരം. കഴിഞ്ഞ ദശകത്തിൽ പാലാഴി മഥനവും തുടർന്ന് അമൃതകുംഭത്തെ ലഭിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. അങ്ങനെ ആ പാൽക്കടലിൽ നിന്നും ധന്വന്തരി മൂർത്തി അമൃതമായി പൊങ്ങിവന്ന ആ സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ അമൃത കലശത്തെ ദൈത്യന്മാർ മോഷ്ടിച്ചതിന് യോജിച്ച രീതിയിൽ തന്നെ ഭഗവാൻ അവർക്ക് ഫലം നൽകി എന്നും പറഞ്ഞു. മോഹിനി അവതാരം പൂണ്ട് ദൈത്യന്മാരെ മോഹിപ്പിച്ച് ആ അമൃതത്തെ വീണ്ടെടുത്ത് ദേവന്മാർക്ക് മാത്രമായിട്ട് ഭഗവാൻ നൽകി. അതിൽ അമർഷം പൂണ്ട അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ആരംഭിച്ചു. അതിഭയങ്കരമായ ദേവാസുര യുദ്ധം മൂർച്ഛിച്ചപ്പോൾ മഹാബലിയുടെ ആ മായ കൊണ്ട് അവശരായിത്തീർന്ന ദേവന്മാരുടെ പക്ഷം ചേർന്ന് ഭഗവാൻ അസുരന്മാരോട് യുദ്ധം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ. ഭഗവാൻ കാലനേമിയെയും മാലി തുടങ്ങിയ അസുരന്മാരെയും നിഗ്രഹിച്ചു. ദേവേന്ദ്രനാകട്ടെ പാകാസുരനെയും മഹാബലിയെയും ജംബാസുരനെയും ബലാസുരനെയും നിഗ്രഹിച്ചു. തുടർന്ന് നമുജി എന്ന ആ അസുരനെയും ഒരു പ്രത്യേക തരത്തിൽ തന്നെ ആ സമുദ്രത്തിലെ പത കൊണ്ട് വധിച്ചു എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ മഹാബലി ഉൾപ്പെടെയുള്ള അസുരന്മാർ ആ യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. തുടർന്ന് എപ്രകാരമാണ് വാമനാവതാരത്തിലൂടെ നമ്മൾ മഹാബലിയെ സന്ധിക്കുന്നത് എന്നാണ് ഈ ഒരു ദശകത്തില് പറയുന്നത്. ഒന്നാമത്തെ ശ്ലോകം: ശക്രേണ സംയതിഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതാ. ശക്രേണ സംയതി ഹതഃ അപി ബലിഃ മഹാത്മാ ശുക്രേണ ജീവിതതനുഃ ക്രതു വർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സഹ തവ ചക്രമുഖാത് അഭീതഃ. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ. ശക്രനാൽ അതായത് ഇന്ദ്രനാൽ അങ്ങനെ ആ ദേവാസുര യുദ്ധത്തിൽ ആ യുദ്ധകളത്തിൽ വെച്ച് മഹാബലിയെ ദേവേന്ദ്രൻ വധിച്ചു. എങ്കിലും മഹാത്മാവായ ആ ബലി ശുക്രേണ ജീവിതതനുഹു ക്രതു വർദ്ധിതോഷ്മ തന്റെ ഗുരുവായ ശുക്രാചാര്യരുടെ മൃതസഞ്ജീവനി വിദ്യയാൽ പുനർജീവിപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയവനായി തീർന്നു. അതിനുശേഷം ക്രതുവർദ്ധിതോഷ്മ ശുക്രാചാര്യർ ചെയ്യിച്ച ആ യജ്ഞങ്ങൾ, യജ്ഞങ്ങൾ കൊണ്ട് തേജസ്സും ശക്തിയും വർദ്ധിച്ചവനായിട്ട് വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം വിക്രാന്തിമാനായി തീർന്നു, പരാക്രമശാലിയായി തീർന്ന മഹാബലി ഭയം കാരണം ഒളിച്ചോടിയ ആ ദേവന്മാരോട് കൂടിയ 3 ലോകങ്ങളെയും ത്രിലോകീം ആ 3 ലോകത്തെയും ചക്രേ വശേ സഹ തവ ചക്രമുഖാദഭീത. അല്ലയോ ഭഗവാനെ, തന്റെ അധീനതയിലാക്കി തീർത്തു എന്ന് മാത്രമല്ല, ഭഗവാന്റെ ആ സുദർശന ചക്രം ഉൾപ്പെടെയുള്ള യാതൊന്നിനെയും ഭയപ്പെടാത്തവനായിട്ട് തീരുകയും ചെയ്തു. അങ്ങനെ ആ ദേവാസുര യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന അസുരന്മാരെ കുലഗുരുവായിരിക്കുന്ന ശുക്രാചാര്യർ തനിക്ക് മാത്രം അറിയാവുന്ന ആ മൃതസഞ്ജീവനി എന്ന മന്ത്രം ഉപയോഗിച്ച് ജീവിപ്പിക്കുകയും അവർ 10 മടങ്ങ് ആരോഗ്യവാന്മാരായി തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം ശുക്രാചാര്യർ ദേവേന്ദ്രനോട് പരാജയപ്പെട്ട് സർവസ്വവും നഷ്ടപ്പെട്ട മഹാബലിയെ വീണ്ടും ശക്തനാക്കാനും സ്വർഗലോകം കീഴടക്കുവാൻ പ്രാപ്തനാക്കാനുമാണ് ശുക്രാചാര്യരും ഭൃഗുവംശത്തിലെ മറ്റ് മുനിമാരും കൂടി ചേർന്ന് മഹാബലിയെ കൊണ്ട് ഈ യാഗം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഈ യാഗത്തിലൂടെ ലഭിച്ച അപാരമായ ശക്തിയും ദിവ്യ ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ് മഹാബലി പിന്നീട് ദേവലോകം ആക്രമിക്കുന്നതും ഇന്ദ്രനെ തോൽപ്പിച്ച് സ്വർഗം കീഴടക്കുന്നതും. വിശ്വജിത്ത് എന്ന യാഗം നടത്തി ശക്തിയെ പ്രാപിച്ചു. മാത്രമല്ല, നിന്റെ വംശത്തിൽ ജനിക്കുന്ന യാതൊരുത്തനെയും ഞാൻ നിഗ്രഹിക്കുന്നതല്ല എന്ന് പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളതിനാൽ ഭഗവാന്റെ ആ സുദർശന ചക്രത്തെയും ബലി ഭയന്നിരുന്നില്ല. അപ്രകാരം അതിപരാക്രമശാലിയായി തീർന്ന മഹാബലി ദേവന്മാരെ മുഴുവൻ ഭയപ്പെടുത്തി ആട്ടി ഓടിച്ച ശേഷം 3 ലോകങ്ങളെയും തന്റെ അധീനതയിലാക്കി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശക്രേണ സംയതിഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതാ. രണ്ടാമത്തെ ശ്ലോകം.
പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. പുത്ര ആർത്തി ദർശനവശാത് അതിഥിഃ വിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തത് ഉദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹം അചരത് ത്വയി ഭക്തിപൂർണ. പുത്ര ആർത്തി ദർശനവശാത് അതിഥിഃ വിഷണ്ണ. തന്റെ പുത്രന്മാരായ ദേവന്മാരുടെ കഷ്ടപ്പാടുകളും അവരുടെ ആ ദുഃഖവും കണ്ട് അത്യധികം ദുഃഖിതയായ അദിതി ദേവി തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന. തന്റെ ഭർത്താവായ കശ്യപ മഹർഷിയെ അഭയം പ്രാപിച്ചു. അപ്പോൾ കശ്യപ മഹർഷിയാകട്ടെ തൊതു പൂജനം തതുദിതം ഹി പയോവ്രതാഖ്യം, ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വ്രതത്തെ പറഞ്ഞുകൊടുത്തു കശ്യപ പ്രജാപതി തന്റെ പത്നിക്ക്. പയോവ്രതാഖ്യം, പയോവ്രതം എന്ന ആ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിനായിട്ട് ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു കശ്യപ പ്രജാപതി. അങ്ങനെ സാ ദ്വാദശാഹം അജരത്വയി ഭക്തിപൂർണ. അവൾ ഭക്തിപൂർവം ദ്വാദശാഹം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആ മഹാവ്രതത്തെ അചരത് ത്വയി, അല്ലയോ ഭഗവാനെ, അങ്ങയിലുള്ള അത്യധികം ഭക്തി നിറഞ്ഞവളായിട്ട് ആ വ്രതത്തെ അനുഷ്ഠിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പയോവ്രതം എന്ന പയോവ്രതം, പയസ് പാല്, വ്രതം നിഷ്ഠയോടുകൂടി ആചരിക്കുന്നത്. ഈ വ്രതാനുഷ്ഠാന ദിവസങ്ങളിൽ ഭക്ഷണമായിട്ട് പശുവിൻ പാൽ മാത്രം കഴിക്കുന്നതിനാലാണ് ഇതിന് പയോവ്രതം എന്ന പേര് വന്നത്. അങ്ങനെ ആ മഹാബലി 3 ലോകവും കീഴടക്കി. ആ അവസരത്തിൽ അതിഥിയുടെ മക്കളായ ദേവന്മാർക്ക് സ്ഥാനം നഷ്ടപ്പെടുകയും അവർ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്തു. മക്കളുടെ ഈ ദുരവസ്ഥ കണ്ട് വിഷമിച്ച അതിഥി ദേവിയാകട്ടെ തന്റെ ഭർത്താവായ കശ്യപ മഹർഷിയോട് സങ്കടം പറഞ്ഞു. ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കശ്യപ മഹർഷി അപ്പോൾ അവൾക്ക് പയോവ്രതം എന്ന് ഒരു വ്രതത്തെ ഉപദേശിച്ചു കൊടുത്തു. അതിഥി ദേവി പൂർണ്ണ ഭക്തിയോടുകൂടി ആ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വ്രതം നോറ്റ് ഭഗവാനെ ഭജിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ അതിഥിയുടെ മകനായിട്ട് വാമന രൂപത്തിൽ അവതരിക്കുന്നത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പുത്രാർത്തി ദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. മൂന്നാമത്തെ ശ്ലോകം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമാ ചതുർഭുജവപു സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. തസ്യ അവധൗ ത്വയി നിലീനമതേഃ അമുഷ്യാഃ ശ്യാമ ചതുർഭുജവപുഃ സ്വയം ആവിരാസീഃ നമ്രാം ച താം ഇഹ ഭവത്തനേഹ ഭവേത് അയം ഗോപ്യം മദീക്ഷണം ഇതി പ്രലപൻ അയാസി. തസ്യ അവധൗ ത്വയി നിലീനമതേഃ അമുഷ്യ. അങ്ങനെ വ്രതത്തിന്റെ ഒടുവിൽ 12ാമത്തെ ദിവസം, 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വ്രതമാണ്. ആ 12ാമത്തെ ദിവസം ഭഗവാൻ തന്നിൽ തന്നെ ആ മനസ്സിനെ ലീനമാക്കിക്കൊണ്ട് ആ വ്രതത്തെ അത്ര ഭക്തിപൂർവം ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആ അതിഥി ദേവിയുടെ മുമ്പിൽ ശ്യാമ ചതുർഭുജവപുഃ സ്വയം ആവിരാസി. ശ്യാമവർണ്ണത്തോടുകൂടി, കരിമുകിൽ വർണ്ണത്തോടുകൂടി 4 തൃക്കൈകളോടും കൂടിയ അല്ലയോ ഭഗവാനെ, അങ്ങ് ദിവ്യരൂപനായിട്ട് സ്വയം അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്, ആവിർഭവിച്ചു. നമ്രാം ച താം ഇഹ ഭവത്തനയോഹോ ഭവേയം. അങ്ങനെ ഭഗവാനിൽ തന്നെ അങ്ങനെ ലീനമായിരിക്കുന്ന തന്റെ മുന്നിൽ ഭഗവാൻ ഇങ്ങനെ ഇപ്രകാരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാന്റെ മുന്നിൽ ഭക്തിയോടെ വണങ്ങി നിന്ന ആ ദേവിയോട് ഭവത്തനേഹ ഭവേയം, ഞാൻ നിന്റെ മകനായിട്ട്
ജനിക്കുന്നതാണ് എന്ന് അരുളി ചെയ്തു. മാത്രമല്ല ഗോപ്യം മത ഈക്ഷണം ഇതി പ്രലപന്നയാസി, ഗോപ്യമായിരിക്കണം നമ്മുടെ ഈ ഈക്ഷണം, അതായത് നമ്മുടെ ഈ കൂടിക്കാഴ്ച, ഇപ്പൊ ഞാൻ നിന്നെ ഇങ്ങനെ വന്ന് ഈ ദർശനം നൽകിയ വിവരം ഗോപ്യമായിരിക്കണം എന്ന് അവളോട് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അദിതി ദേവിയുടെ 12 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന്റെ ഒടുവിൽ ഭഗവാനിൽ മാത്രം മനസ്സ് അർപ്പിച്ചിരിക്കുന്ന അവളുടെ മുമ്പിൽ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് 4 തൃക്കൈകളോടും കൂടിയ ആ ശ്യാമവർണ്ണ രൂപത്തിൽ ഭഗവാൻ വിഷ്ണു സ്വയം പ്രത്യക്ഷനായി. തന്നെ വണങ്ങി നിന്ന അതിഥി ദേവിയോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്റെ പുത്രനായിട്ട് അവതരിച്ച് നിങ്ങളുടെ ദുഃഖം തീർക്കാം. എന്നാൽ എന്നെ ഇപ്പോൾ ഈ രൂപത്തിൽ ഇവിടെ ദർശിച്ച വിവരം രഹസ്യമാക്കി വെക്കണം. ഇപ്രകാരം അരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തസ്യാവധൗ ത്വയി നിലീനമതേരമൂഷ്യാം ശ്യാമാ ചതുർഭുജവപു സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. 4-ാമത്തെ ശ്ലോകം. ത്വം കാശ്യപേ തപസി സന്നിധദത്തദാനിം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ്വാദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ത്വം കാശ്യപേ തപസി സന്നിധത് തദാനീം പ്രാപ്തഃ അസി ഗർഭമദിതേഃ പ്രണുതഃ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ത്വം കാശ്യപേ തപസി സന്നിധത് തദാനീം. ആ സമയത്ത് മഹാബലിയുടെ ആ പ്രഭാവം കൊണ്ട് ദേവന്മാർക്ക് കഷ്ടതയുണ്ടായപ്പോൾ ഭഗവാൻ കാശ്യപ മഹർഷിയുടെ തപസ്സിൽ പ്രസന്നനായിട്ട് അദ്ദേഹത്തിൽ ആവിർഭവിച്ചു. അതായത് കശ്യപ പ്രജാപതിയുടെ തപശക്തിയിൽ സാന്നിധ്യം ചെയ്തിട്ട് പ്രാപ്തഃ അസി ഗർഭം അതിദേഹേ, അതുവഴി അതിഥിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ പ്രണുതഃ വിധാത്ര, അപ്പോൾ ഇതറിഞ്ഞ ബ്രഹ്മാദിദേവന്മാര് ഭഗവാനെ പ്രത്യേകം സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ പ്രാസൂതച പ്രകട വൈഷ്ണവ ദിവ്യരൂപം, അതിഥി ദേവി അവിടുത്തെ പ്രകടമായിട്ടുള്ള ആ ശംഖചക്രധാരിയായിട്ടുള്ള വൈഷ്ണവ ദിവ്യരൂപത്തോടുകൂടി തന്നെ പ്രസവിച്ചു. സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയും തിരുവോണം നക്ഷത്രവും ഒത്തുചേരുന്ന ആ മഹാപുണ്യദിനത്തിലാണ് വിജയദ്വാദശി ദിനം. ആ ദിവസമാണ് അതിഥി ദേവി വാമനാവതാരത്തെ പ്രസവിച്ചത്. അല്ലയോ ഭഗവാനെ, അങ്ങ് കശ്യപ പ്രജാപതിയുടെ തപശക്തിയിൽ സാന്നിധ്യം ചെയ്തിട്ട് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഇതറിഞ്ഞ ബ്രഹ്മാദിദേവന്മാർ വിശേഷേണ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതേ അവസരത്തിൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ അതിഥി ദേവിയുടെ ഗർഭത്തിൽ നിന്നും ശ്രവണദ്വാദശിയാകുന്ന ആ പുണ്യദിനത്തിൽ പരബ്രഹ്മ സ്വരൂപിയായി സ്പഷ്ടമായ വൈഷ്ണവ ചിഹ്നത്തോടുകൂടി അവതരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വം കാശ്യപേ തപസി സന്നിധദത്തദാനിം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാം പ്രാസോദ ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. 5-ാമത്തെ ശ്ലോകം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈ ഹർഷാകുലേ സുരഗണേ കൃതതുര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദ പിതൃഭ്യാം തക്ഷണേ പടുതമംബടുരൂപമാധ. പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലഃ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദഃ പിതൃഭ്യാം ത്വം തക്ഷണേ
പടുതമം വടുരൂപം ആദാഹ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ ദിവ്യ രൂപത്തിലുള്ള ആ ജനനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത നിമിഷം സംഭവിച്ച അത്ഭുതത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷേഹി. അങ്ങ് ജനിച്ച ആ പുണ്യഭൂമിയായ കശ്യപ ആശ്രമത്തില് ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി പ്രവഹിച്ചു എന്ന് പറയുകയാണ്. പുണ്യാശ്രമം, ആ പുണ്യാശ്രമമായ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ തം അഭിവർഷതി പുഷ്പവർഷേഹി. ആകാശത്ത് നിന്നും അങ്ങനെ പുഷ്പവൃഷ്ടി പ്രവഹിച്ചു. ഹർഷാകുലെ സുരഗണേ കൃത തൂര്യഘോഷേഹേ. ആനന്ദ ആധിക്യത്താൽ മതിമറന്ന ആ ദേവന്മാർ ആകാശത്ത് നിന്നും ദുന്ദുഭികളും വാദ്യങ്ങളും മുഴക്കി. ബദ്ധ്വാഞ്ജലിം ജയ ജയ, ബദ്ധ്വാഞ്ജലിം കൈകൂപ്പിത്തൊഴുതുകൊണ്ട് ജയ ജയേതിനുതക, ജയിക്കട്ടെ ജയിക്കട്ടെ അങ്ങ് ജയിക്കട്ടെ എന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നു. പിതൃഭ്യാം, മാതാപിതാക്കളായ അദിതിയും കശ്യപനും അതുപോലെ തന്നെ, അതായത് എല്ലാവരുടെയും മുമ്പിൽ ഭഗവാൻ അതേ രൂപത്തിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളായ അദിതിയും കശ്യപനും ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ കൈകൾ കൂപ്പി ജയ ജയ എന്ന് ഭഗവാനെ സ്തുതിച്ചു. ത്വം തക്ഷണേ, അപ്പോൾ അങ്ങ് പൊടുന്നനെ പടുതമം വടുരൂപമാതാഹ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ, പുഷ്പാർച്ചനയും അവരുടെ ആ സന്തോഷ ഇതെല്ലാം ജയവിളികളും എല്ലാം കേട്ടുകൊണ്ടിരിക്കെ തന്നെ, ആ ക്ഷണത്തിൽ തന്നെ പടുതമം വടുരൂപമാതാഹ, അതിസമർത്ഥനായ ഒരു കൊച്ചു ബ്രാഹ്മണ ബാലന്റെ രൂപം സ്വീകരിച്ചു. അങ്ങനെ പരബ്രഹ്മ സ്വരൂപിയായി സ്പഷ്ടമായ വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടി ദിവ്യരൂപിയായിട്ട് അങ്ങനെ അവതരിച്ചു. ആ നിമിഷത്തിൽ കശ്യപ മഹർഷിയുടെ ആ പുണ്യാശ്രമത്തിൽ ദേവന്മാർ ആനന്ദത്തോടെ പുഷ്പവൃഷ്ടി നടത്തി. സ്വർഗത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി. മാതാപിതാക്കളായ അദിതിയും കശ്യപനും ഭക്തിയോടെ കൈകൾ കൂപ്പി ജയ ജയ എന്ന്, ഭഗവാൻ ജയിക്കട്ടെ ഭഗവാൻ ജയിക്കട്ടെ എന്ന് വിളിച്ച് അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതേ നിമിഷത്തിൽ തന്നെ പെട്ടെന്ന് അവിടുന്ന് ആ ദിവ്യ രൂപം മറച്ചിട്ട് തേജസ്വരൂപിയായിട്ടുള്ള ഒരു കൊച്ചു ബ്രാഹ്മണ വടുരൂപിയായിട്ട് മാറി. ശംഖചക്ര ഗദാധാരിയായ മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വാമനനായിട്ട് മാറിയ ആ അത്ഭുത നിമിഷമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈ ഹർഷാകുലേ സുരഗണേ കൃതതുര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതിനുദ പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാധ. ആറാമത്തെ ശ്ലോകം. താവത് പ്രജാപതി മുഖൈരുപനീയമൗഞ്ചി ദണ്ഡാജിനാക്ഷ വലയാദിഭിരർച്യമാന ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. താവത് പ്രജാപതി മുഖൈഹി ഉപനീയമൗഞ്ചി ദണ്ഡ അജിന അക്ഷവലയ ആദിഭിഃ അർച്യമാനഃ ദേദീപ്യമാനവപുഃ ഈശാ കൃത അഗ്നികാര്യഃ ത്വം പ്രാസ്ഥിതാഃ ബലിഗൃഹം പ്രകൃത അശ്വമേധം. താവത്, അതിനുശേഷം ആ സമയത്ത് വാമനാവതാരം എടുത്ത ഉടനെ തന്നെ പ്രജാപതി മുഖൈഹി, കശ്യപ പ്രജാപതി മുതലായ ഋഷീശ്വരന്മാരാൽ ഉപനീയ, ആ ഉപനയന കർമ്മത്തെ ചെയ്യപ്പെട്ട അവിടുന്ന് മൗഞ്ചി ദണ്ഡ അജിന അക്ഷവലയ ആദിഭിഹി, മൗഞ്ചി ദണ്ഡം അതായത് മേഖല, ദണ്ഡ, കൃഷ്ണാജിനം, അക്ഷവലയം തുടങ്ങിയ, അതായത് ഉപനയനം കഴിഞ്ഞ ബ്രഹ്മചാരികൾ ധരിക്കേണ്ടതായിട്ടുള്ള ആ വസ്തുക്കൾ ആണ് ഇവയെല്ലാം. മുഞ്ഞപ്പുല്ല് കൊണ്ടുള്ള അരഞ്ഞാണ്, അതാണ് മൗഞ്ചി എന്ന് പറയുന്നത്, മേഖല. പിന്നെ ദണ്ഡ്, പലാശദണ്ഡ്, അത് പല പൊക്കത്തിലാണ് പല വിഭാഗക്കാരും ധരിക്കുന്നത്. വേദപഠന കാലത്ത് ആ കുട്ടി കയ്യിൽ പിടിക്കുന്ന ഒരു മരവടിയാണ് അത്. പല വിഭാഗക്കാര്, ബ്രാഹ്മണന്മാര് അത് തലയ്ക്ക് ശിരസറ്റം വരെയുള്ള വടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷത്രിയരാണെങ്കിൽ അത് നെറ്റി വരെ അതിന് പൊക്കമുണ്ടാകത്തുള്ളൂ. പിന്നെ വൈശ്യന്മാരാണെങ്കിൽ അതിന് മൂക്ക് വരെയായിരിക്കും അതിന്റെ നീളം. അങ്ങനെയുള്ള വടിയാണ് ഇതിനായിട്ട് അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ കൃഷ്ണാജിനം, പൂണൂലിനൊപ്പം ധരിക്കുന്ന കൃഷ്ണാജിനം, കൃഷ്ണമൃഗത്തിന്റെ തോൽ. പിന്നീട് അക്ഷവലയാദിഭി, രുദ്രാക്ഷമാലയാണ് പിന്നീടുള്ളത്. അങ്ങനെ തുടങ്ങിയ ഒരു
ബ്രഹ്മചാരിക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മഹർഷിമാരാലും ദേവന്മാരാലും അർച്ചിക്കപ്പെട്ടു. അങ്ങനെ എന്നാൽ ആദിത്യൻ ഗായത്രിയെയും അതുപോലെ ബൃഹസ്പതി യജ്ഞോപവീതത്തെയും പിതാവാകുന്ന കശ്യപ പ്രജാപതിയാകട്ടെ മേഖലയെയും ഭൂമിദേവി കൃഷ്ണാജിനത്തെയും ചന്ദ്രൻ പലാശദണ്ഡത്തെയും മാതാവാകുന്ന അതിഥി ദേവി കൗപീനത്തെയും ആകാശം ചത്രത്തെയും ബ്രഹ്മാവ് കമണ്ഡലുവിനെയും സപ്തർഷികൾ ദർഭകളെയും സരസ്വതീ ദേവി രുദ്രാക്ഷമാലയെയും ഭഗവാന്റെ ആരാധന രൂപമായിട്ട് സമർപ്പിച്ചു. അർച്യമാനഹ, അങ്ങനെ ഋഷീശ്വരന്മാരാലും മറ്റ് ദേവന്മാരാലും എല്ലാം പൂജിക്കപ്പെടുന്നവനായിട്ട് ദേദീപ്യമാന വപുഹു, അതീവ തേജസ്സോടുകൂടിയ ശരീരത്തോടുകൂടിയവനായി ഈശ അലയോ ജഗദീശ്വര ഗുരുവായൂരപ്പ കൃത അഗ്നികാര്യ, ആ ബ്രാഹ്മണർ ചെയ്യേണ്ടതായിട്ടുള്ള ആ അഗ്നിപൂജയെ യഥാവിധി ചെയ്തുകൊണ്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങളെല്ലാം ചെയ്തവനായിട്ട് സമദാധാനം എന്ന് പറയും. അതെല്ലാം ചെയ്തിട്ട് ത്വം പ്രകൃത അശ്വമേധം, അശ്വമേധം നടന്നുകൊണ്ടിരിക്കുന്ന ബലിഗൃഹം, ആ ബലിചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് പ്രാസ്ഥിതാഹ, യാത്ര തിരിച്ചു. ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്, ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് വാമനനായിട്ട് അവതരിച്ച ആ സമയത്ത് ബ്രഹ്മാവ് തുടങ്ങിയ പ്രജാപതിമാർ അങ്ങേക്ക് വേണ്ടുന്ന ഉപനയന കർമ്മം നിർവഹിച്ചു തരികയും ബ്രഹ്മചാരികൾ ധരിക്കേണ്ടതായിട്ടുള്ള മുഞ്ഞപ്പുല്ല് കൊണ്ടുള്ള അരഞ്ഞാണ്, ദണ്ഡ്, മാനിന്റെ തോല്, രുദ്രാക്ഷമാല തുടങ്ങിയവ നൽകി അങ്ങേ പൂജിക്കുകയും ചെയ്തു. അതിനുശേഷം അതീവ തേജസ്വിയായ ശരീരത്തോടുകൂടി അവിടുന്ന് ബ്രഹ്മചാരികൾ ചെയ്യേണ്ട അഗ്നികർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് അശ്വമേധം നടന്നുകൊണ്ടിരിക്കുന്ന ബലിചക്രവർത്തിയുടെ യാഗശാലയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. താവത് പ്രജാപതി മുഖൈരുപനീയമൗഞ്ചി ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. ഏഴാമത്തെ ശ്ലോകം. ഗാത്രേണ ഭാവി മഹിമോജിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വതേവ ധരണിം ചലയന്നയാസി ചത്രം പരോഷ്മതിരണാർത്ഥമിവാ ദദാനോ ദണ്ഡം ച ദാനവജനേ ശിവസന്നിധാതും. ഗാത്രേണ ഭാവി മഹിമ ഉചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വത ഇവ ധരണിം ചലയൻ അയാസീഹി ഛത്രം പര ഊഷ്മ തിരണ അർത്ഥം ഇവ ആദദാനഃ ദണ്ഡം ച ദാനവജനേഷു ഇവ സന്നിധാതും. ഇവിടെ വാമന ഭഗവാൻ ബലിചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് നടന്നു പോകുന്ന ആ അതിമനോഹരമായ ആ ദൃശ്യത്തെ വളരെ കാവ്യാത്മകമായിട്ട് ഉൽപ്രേക്ഷ അലങ്കാരത്തോടുകൂടി ഭാവനയിലൂടെ വർണ്ണിക്കുകയാണ്. പ്രാഗ്, മുൻകൂട്ടി തന്നെ, അടുത്ത നിമിഷത്തിൽ വരാനിരിക്കുന്ന ആ സംഗതിയെ മുൻകൂട്ടി തന്നെ കണ്ടിട്ട് എന്ന പോലെ ഭാവി മഹിമ ഉചിത ഗൗരവം, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആ വിശ്വരൂപ ദർശനം, ത്രിവിക്രമ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ള ഗൗരവത്തെ ഗാത്രേണ, തന്റെ ആ ചെറിയ ശരീരം കൊണ്ട് വ്യാവൃണ്ണുതായിക പ്രകടിപ്പിക്കുന്നത് പോലെ ധരണീം ചലയൻ, ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട് ആയാസീഹി അവിടുന്ന് നടന്നു വന്നു. പര ഊഷ്മ തിരണ അർത്ഥം ഇവ, ശത്രുക്കളുടെ, അതായത് ആ അസുരന്മാരുടെ ആ പ്രതാപമാകുന്ന അഹങ്കാരമാകുന്ന ചൂടിനെ തടയുന്നതിനു വേണ്ടി എന്ന പോലെ ഛത്രം ആദധാന, ആ ഛത്രത്തെ, ആ കുടയെ ധരിച്ചുകൊണ്ടും ദാനവജനേഷു അസുരന്മാരിൽ സന്നിധാതും ഇവ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി എന്ന പോലെ ദണ്ഡം ച, ആ പലാശദണ്ഡിനെയും കയ്യിലേന്തിക്കൊണ്ട് ഏ ഗുരുവായൂരപ്പ വാമനനായ അവിടുന്ന് ബലിചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ കാണാൻ ഒരു ചെറിയ കുഞ്ഞായിരുന്നിട്ട് കൂടി അവിടുത്തെ ഓരോ ചുവടുവെപ്പിലും ഭൂമിദേവി കുടുങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ താൻ ഉടൻ തന്നെ എടുക്കാൻ പോകുന്ന ആ വിശ്വരൂപത്തിന്റെ ഭാവി ഭാരത്തെ അവിടുന്ന് തന്റെ ആ ചെറിയ ശരീരം കൊണ്ട് മുൻകൂട്ടി കാണിച്ചു തരികയാണോ എന്ന് തോന്നിപ്പിച്ചു. മാത്രമല്ല, കയ്യിൽ പിടിച്ചിരിക്കുന്ന കുട സൂര്യന്റെ ചൂടിൽ രക്ഷ നേടാൻ എന്നതിലുപരി ആ അസുരന്മാരുടെ പ്രതാപമാകുന്ന ചൂടിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയാണോ എന്ന് തോന്നും. കയ്യിലെ ആ ബ്രഹ്മചാരികൾ ധരിക്കുന്ന ദണ്ഡുണ്ടല്ലോ, ആ വടി, അഹങ്കാരികളായ അസുരന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണല്ലോ ഭഗവാനെ അവിടുന്ന് എഴുന്നള്ളിയത്. ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനെ വർണ്ണിക്കുകയാണ്. ഇത് ഭഗവാന്റെ ബാക്കി രൂപത്തെയും കുടാവടി, കുഞ്ഞു ശരീരം, വരാനിരിക്കുന്ന
വരാനിരിക്കുന്ന ഭഗവാന്റെ ദൗത്യത്തെയും അസുരന്മാരുടെ അഹങ്കാരം ശമിക്കല് വിശ്വരൂപം തമ്മിൽ മനോഹരമായിട്ട് കോർത്തിണക്കിയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ വെറും ഒരു കുട്ടി നടന്നു പോകുന്നതായി തോന്നാമെങ്കിലും പ്രപഞ്ചനാഥന്റെ ആ പ്രൗഢി ആ ചുവടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഈ വാമനൻ വളർന്നു വലുതായി ഈ ഭൂമി മാത്രമല്ല ലോകത്തെ മുഴുവനും തന്നെ ഇളക്കുമെന്ന വസ്തുത മുൻകൂട്ടി സൂചിപ്പിക്കുകയാണെന്ന് തോന്നും എന്ന് പറയുകയാണ്. അങ്ങ് കുടയുമെടുത്തു പോകുന്നത് കണ്ടാലോ ശത്രു എത്ര ഉഗ്രപ്രതാപിയാണെങ്കിലും അവന്റെ ചൂട് അങ്ങേക്ക് ഒരു ഓലക്കുട കൊണ്ട് മാത്രം തടുക്കാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും പോലെയാണല്ലോ ഭഗവാനെ അങ്ങ് ധരിച്ചിരിക്കുന്നത്. കയ്യിലാണെങ്കിലോ ആ പലാശദണ്ഡം ഏന്തിയിരിക്കുന്നത് കണ്ടാൽ വീരപരാക്രമികളായിട്ടുള്ള ദാനവന്മാർ അങ്ങയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരന്മാരാണ്. ഒരു ചെറിയ വടി കൊണ്ട് തനിക്ക് അവരെ അടിച്ചു പായിക്കാനാണ് ഈ ദണ്ഡ് എന്ന് വ്യക്തമാകും പോലെയാണ് ഭഗവാനെ അവിടുന്ന് നടന്നു നീങ്ങിയത് എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിൽ. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്യാവൃണ്വദേവധരണിം ചലയന്നയാസി ചത്രം പരോഷ്മധിരണാർത്ഥമിവാധദാനോ ദണ്ഡം ജദാനവജനേ ശിവസന്നിധാതും. എട്ടാമത്തെ ശ്ലോകം. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേതുഷി ത്വയിരുജാതവരുദ്ധനേത്രൈ പാസ്വാൻ കിമേഷദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശംകേ. താം നർമ്മദ ഉത്തരതടേ ഹയമേധശാലാം ആസേതുഷി ത്വയി രുജാ തവ രുദ്ധനേത്രൈഹി പാസ്വാൻ കിം ഏഷ ദഹനഃ നോ സനത്കുമാര യോഗീനോ കഹ അയം ഇതി ശുക്രമുഖൈഹി ശശങ്കേ. വാമന ഭഗവാൻ നർമ്മദാ നദിയുടെ വടക്കേ തീരത്തുള്ള ആ മഹാബലിയുടെ യാഗശാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശുക്രാചാര്യർ ഉൾപ്പെടെയുള്ള മഹർഷിമാർക്കും അസുരന്മാർക്കും ഉണ്ടായ ആ അത്ഭുതവും സംശയവുമാണ് ഈ ഒരു ശ്ലോകത്തില് വർണ്ണിക്കുന്നത്. തൊയ് അവിടുന്ന് വാമനമൂർത്തിയായിട്ട് നർമ്മദാ ഉത്തരതടേ ആ നർമ്മദാ നദിയുടെ വടക്കേ തീരത്തുള്ള താം ഹയമേധശാലാം ആ അശ്വമേധ യാഗശാലയെ അസേതുഷി ചെന്നു ചേർന്നപ്പോൾ തവരുജ അങ്ങയുടെ ആ ദിവ്യമായ തേജസ് കൊണ്ട് രുദ്രനേത്രൈഹി കണ്ണുകൾ മിഴിച്ചുപോയി അങ്ങനെ അന്താളിച്ചു പോയ ശുക്രമുഖൈഹി ശുക്രാചാര്യർ തുടങ്ങിയ ആ യാഗശാലയിലുള്ളവരെല്ലാവരും തന്നെ ഏഷ പാസ്വാൻ കിം ഇവൻ സൂര്യനാണോ നോ ദഹനഹ അതോ അഗ്നിദേവനാണോ സനത്കുമാര യോഗീനു അതോ ജ്ഞാനിയായിട്ടുള്ള ആ സനത്കുമാര മഹർഷിയാണോ അയം കഹായിതി ഇവൻ ആരാണ് എന്നിങ്ങനെ ശശങ്കേ സംശയിക്കപ്പെട്ടു. വാമന രൂപം പൂണ്ട അവിടുന്ന് നർമ്മദാ നദിയുടെ വടക്കേക്കരയിലുള്ള ആ മഹാബലിയുടെ അശ്വമേധയാഗത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ അങ്ങയുടെ ആ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട അത്യുഗ്രമായ ദിവ്യ തേജസ് കണ്ട് അവരുടെ എല്ലാം കണ്ണുകൾ മഞ്ഞളിച്ചുപോയി. അങ്ങയുടെ ഈ അലൗകിക പ്രഭ കണ്ട് വിസ്മയിച്ച ആ അസുര ഗുരുവായ ശുക്രാചാര്യർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരും പരസ്പരം സംശയിച്ച് ചോദിക്കുവാൻ തുടങ്ങി, ഇത് ആരാണ് വരുന്നത്? ഈ വരുന്നത് സാക്ഷാത് സൂര്യദേവനാണോ അതോ അഗ്നി ഭഗവാനാണോ അതുമല്ലെങ്കിൽ നിത്യബാലനായ ആ സനത്കുമാര മഹർഷിയാണോ? ആരാണ് ഈ കുമാരൻ? അത്ഭുതത്തോടെ നോക്കി നിന്നു എന്ന് പറയുകയാണ്. ഒരു ചെറിയ ബ്രഹ്മചാരി കുട്ടിയുടെ രൂപത്തിലാണ് ഭഗവാൻ വന്നതെങ്കിലും ഭഗവാന്റെ ഉള്ളിലെ ആ പരബ്രഹ്മ ചൈതന്യം പുറത്തേക്ക് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആ യാഗശാലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും ആ തേജസ് കണ്ട് അത് വെറും ഒരു മനുഷ്യക്കുട്ടിയല്ല എന്ന് മനസ്സിലായി. തേജസിന്റെ പ്രഭാവം കണ്ട് സൂര്യനായും യാഗാഗ്നിയെ പോലെയും ജ്വലിക്കുന്നത് കണ്ട് അഗ്നിയായും ബ്രഹ്മചാരി ആയതുകൊണ്ട് പരമജ്ഞാനിയായ സനത്കുമാരനായും അവർക്ക് ഭഗവാനെ മാറി മാറി തോന്നി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേതുഷി ത്വയിരുജാതവ രുദ്രനേത്രേ പാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. ഒൻപതാമത്തെ ശ്ലോകം. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരാ പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിച്യ പാദോ തത്തോയമന്വധൃതമൂർധനി തീർത്ഥധീർത്ഥം. ആനീതം ആശു ഭൃഗുഭിഃ
മഹസ അഭിഭൂതൈഃ ത്വാം രമ്യരൂപം അസുരഃ പുളക ആവൃത അംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദൗ തത് തോയം അന്വധൃത മൂർധനി തീർത്ഥ തീർത്ഥം. അങ്ങനെ യാഗശാലയിലേക്ക് നടന്നു വന്ന വാമന ഭഗവാനെ മഹാബലി ചക്രവർത്തി അതിഭക്തിയോടുകൂടി സ്വീകരിച്ച് പാദപൂജ ചെയ്ത് ആ പാദതീർത്ഥം ശിരസിലേറ്റുന്ന ധന്യമായ മുഹൂർത്തമാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തില് വരച്ചു കാട്ടുന്നത്. മഹസാഭിഭൂതൈഹി, ഭഗവാന്റെ ആ ദിവ്യമായ തേജസ്സിനാൽ നിഷ്പ്രഭരാക്കപ്പെട്ട അത്ഭുത പരതന്ത്രനായിട്ട് അങ്ങനെ ഇരുന്ന ഭൃഗുവംശജരായിട്ടുള്ള മഹർഷിമാരാൽ ശുക്രാചാര്യരും ശിഷ്യന്മാരും ആശു ആനീതം പെട്ടെന്ന് തന്നെ കൂടി തന്നെ ചെന്ന് ആ യാഗശാലയ്ക്കുള്ളിലേക്ക് ആനയിക്കപ്പെട്ടു. രമ്യരൂപം, അതിമനോഹരമായിട്ടുള്ള ആ രൂപത്തോട് കൂടിയവനുമായിട്ടുള്ള ത്വാം, അങ്ങയെ സുഹൃതി അസുരഹ, ആ പുണ്യശാലിയായ അസുര ചക്രവർത്തി മഹാബലി, ഇവിടെ പുണ്യശാലിയായിട്ടുള്ള അസുര ചക്രവർത്തി എന്ന് പറയുകയാണ്. കാരണം അസുരനാണെങ്കിലും ഭഗവാന്റെ ആ പാദതീർത്ഥത്തെ ധരിക്കുവാൻ ആ ഭാഗ്യം ലഭിച്ച ആ അസുര ചക്രവർത്തി, ആ മഹാബലിയെ പുളക ആവൃത അംഗഃ, ആനന്ദ കണ്ണുനീരാലും ഭക്തിയാലും രോമാഞ്ചമണിഞ്ഞ ശരീരത്തോടു കൂടിയവനായിട്ട് ഭക്തിയാസമേത്യ, ഭക്തിയോടെ അടുത്തു ചെന്ന് പാദവും പരിണിച്യ, അവിടുത്തെ പാദങ്ങള് കഴുകിച്ച് ആ തീർത്ഥം പരമപാവനമായ ആ തീർത്ഥമായിട്ടുള്ള തതുതോയം, ആ വെള്ളം, ആ പാദോദകം, ആ കഴുകിയ വെള്ളം, ആ പാദം കഴുകിയ വെള്ളം മൂർധനി അന്വധൃത, തന്റെ ശിരസിൽ ധരിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ അലൗകികമായിട്ടുള്ള ആ തേജസ് കണ്ട് അത്ഭുതപ്പെട്ടു പോയ ഭൃഗുകുലത്തിലെ മഹർഷിമാര് അങ്ങയെ ആദരവോടെ യാഗശാലയ്ക്കുള്ളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. അതീവ സുന്ദരമായിട്ടുള്ള ആ ബ്രഹ്മചാരി രൂപം കണ്ട മാത്രയിൽ തന്നെ പുണ്യശാലിയായിട്ടുള്ള മഹാബലി ചക്രവർത്തി ഭക്തിമൂത്ത് രോമാഞ്ചമണിഞ്ഞു. അവൻ അത്യന്തം ബഹുമാനത്തോടെ അങ്ങയുടെ ആ സരസിജ പാദങ്ങൾ കഴുകി പൂജിച്ച് സമസ്ത പുണ്യതീർത്ഥങ്ങളെക്കാളും പവിത്രമായിട്ടുള്ള ആ ഗംഗാനദിയുടെ ജന്മത്തിന് കാരണമായ ആ പാദതീർത്ഥം അവൻ അതീവ ഭക്തി ആദരവോടുകൂടി സ്വന്തം ശിരസിൽ തളിക്കുകയും ചെയ്തു. ഇവിടെ മഹാബലിയെ സുഹൃതി എന്നാണ് പറഞ്ഞത്, പുണ്യവാൻ എന്ന് ഭട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചതാണ്. അസുരകുലത്തിൽ ജനിച്ചെങ്കിലും സാക്ഷാൽ ജഗദീശ്വരന്റെ ആ പാദപൂജ ചെയ്യുവാനും അവിടുത്തെ ആ പാദതീർത്ഥം സ്വന്തം തലയിലേറ്റുവാനും ഭാഗ്യം സിദ്ധിച്ച മഹാബലിയേക്കാൾ വലിയൊരു പുണ്യവാൻ ആരുണ്ട്? തീർത്ഥം എന്ന ആ പ്രയോഗത്തിലൂടെ ഭഗവാന്റെ ആ പാദങ്ങളിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് ഭൂമിയിലെ മറ്റെല്ലാ തീർത്ഥങ്ങൾക്കും പവിത്രത നൽകുന്നത് എന്ന് മേൽപ്പത്തൂർ വ്യക്തമാക്കുകയാണ്. ഇതാണ് മേൽപ്പത്തൂരിന്റെ ഔഷധമായി ഈ നാരായണീയം മാറിയത്. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരാ പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിച്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥം. 10ാമത്തെ ശ്ലോകം. പ്രഹ്ലാദവംശജതയാ കൃതുഭിർദ്വിജേഷു വിശ്വാസദോ नु തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധാ. പ്രഹ്ലാദവംശജതയാ കൃതുഭിഃ ദ്വിജേഷു വിശ്വാസതഃ नु തത് ഇദം ദിദിജഃ അപി ലേപേ യത് തേ പദാംബു ഗിരിശസ്യ ശിരഃ അഭിലാല്യം സഹ ത്വം വിഭോ ഗുരുപുരാലയ പാലയേധ. ഒരു അസുരനായിട്ടും മഹാബലിക്ക് ഭഗവാന്റെ ആ പാദതീർത്ഥം ശിരസിലേറ്റാൻ കഴിഞ്ഞ മഹാഭാഗ്യത്തെ മേൽപ്പത്തൂർ ഇവിടെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. ഒടുവിൽ ഗുരുവായൂരപ്പനോട് തന്റെ ആ രോഗത്തെയും ദുരിതത്തെയും മാറ്റി രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗിരിശസ്യ, ആ ഗിരീശന്റെ പരമശിവന്റെ ശിര അഭിലാല്യം, ശിരസിനാൽ ലാളിക്കുന്ന മഹാദേവൻ അത്യന്തം ബഹുമാനത്തോടെ ശിരസിൽ ധരിക്കുന്നതായിട്ടുള്ള തേ യത് പാദാംബു, അങ്ങയുടെ ഏതൊരു പാദതീർത്ഥമാണോ, തത് ഇതം ദിദിജഃ അപി, ആ പരമപാവനമായ തീർത്ഥത്തെ അസുരവംശത്തിൽ ജനിച്ചവനായിട്ടുകൂടി ആ മഹാബലി ലേഭേ പ്രാപിച്ചിരിക്കുന്നു. പ്രഹ്ലാദ വംശജതയാനു, പരമഭക്തനായ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണോ, കൃതുഭിഹീനു, അതോ അവൻ ചെയ്ത യജ്ഞങ്ങളുടെ ഫലം കൊണ്ടാണോ, ദ്വിജേഷു വിശ്വാസദഹാനു, അതോ
ബ്രാഹ്മണന്മാരിലുള്ള ദൃഢഭക്തി വിശ്വാസം കൊണ്ടാണോ വിഭോ സഹാത്വം അങ്ങനെയുള്ള അവിടുന്ന് ഗുരുവായൂരപ്പ പാലയേഥ എന്നെ കാത്തുരക്ഷിച്ചാലും. പരമശിവൻ പോലും അത്യന്തം ആദരവോടെ തന്റെ ശിരസിൽ ധരിക്കുന്ന അങ്ങയുടെ ആ പാദതീർത്ഥം, ആ ഗംഗാജലം അസുരകുലത്തിൽ ജനിച്ചവനായിട്ട് കൂടി മഹാബലിക്ക് തന്റെ തലയിലേറ്റുവാൻ ഭാഗ്യമുണ്ടായി. അവൻ ഈ മഹാഭാഗ്യം സിദ്ധിക്കാൻ കാരണമെന്തായിരിക്കും ഭഗവാനെ? അവൻ പരമഭക്തനായ പ്രഹ്ലാദന്റെ കൊച്ചുമകനായതുകൊണ്ടാണോ? അതോ അവൻ ചെയ്ത 100 യാഗങ്ങളുടെ പുണ്യം കൊണ്ടാണോ? അതുമല്ലെങ്കിൽ ബ്രാഹ്മണരിലും സജ്ജനങ്ങളിലും അവനുണ്ടായിരിക്കുന്ന അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും കൊണ്ടാണോ? ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാകാം അവനത് നേടിയത്. ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അവിടുന്ന് എന്റെ രോഗങ്ങളെല്ലാം മാറ്റി എന്നെ കാത്തു രക്ഷിച്ചു കൊള്ളേണമേ. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയെ ശിരസിൽ താങ്ങാൻ സാക്ഷാൽ പരമശിവൻ തപസ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഒരു അസുരനായ മഹാബലിക്ക് അത് വളരെ എളുപ്പത്തിൽ സാധിച്ചു. ഭഗവത് ഭക്തനായ പ്രഹ്ലാദന്റെ വംശപരമ്പരയിൽ ജനിച്ചതും സദ്ഗുരുക്കന്മാരിലും ബ്രാഹ്മണന്മാരിലുമുള്ള വിശ്വാസവുമാണ് മഹാബലിയെ ഇതിന് യോഗ്യനാക്കിയത് എന്ന് ഭട്ടതിരിപ്പാട് സമർത്ഥിച്ചുകൊണ്ട് ഈ വാമനാവതാര കഥയുടെ ഈ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ രോഗശാന്തിക്കായി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ഈ ശ്ലോകം പൂർത്തിയാക്കുന്നു. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.